എന്താണ് സബ്ഡൊമൈൻ, എന്താണ് സബ് ഡയറക്ടറി? പലർക്കും ഈ രണ്ട് ടേമും ഫെമിലിയർ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഇതുവരെ ഈ രണ്ട് ടേമും കേട്ടിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പലരും സബ് ഡയറക്ടറിക്ക് പകരം സബ്ഡൊമൈൻ എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് വിച്ച് ഈസ് ബെറ്റർ ഫോർ SEO? സബ്ഡൊമൈൻ ആണോ സബ് ഡയറക്ടറി ആണോ നിങ്ങളുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതേപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്ഡൊമൈനിലാണെങ്കിൽ അത് നിങ്ങൾ സബ് ഡയറക്ടറിയിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. ഹായ് ഹലോ, ദിസ് ഈസ് മീ അരുണിമ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് സബ്ഡൊമൈനും സബ് ഡയറക്ടറിയും തമ്മിലൊരു ടെക്നിക്കൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വെബ്സൈറ്റ് yourdomain.com ആണെങ്കിൽ yourdomain.com/blog എന്നുള്ളത് ഇവിടെ ബ്ലോഗ് എന്നുള്ളത് സബ് ഡയറക്ടറി ആണ്. അതേപോലെ തന്നെ blog.yourdomain.com എന്നാണെങ്കിൽ ഇവിടെ ബ്ലോഗ് എന്നുള്ളത് സബ് ഡൊമൈൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാമത് പറഞ്ഞ blog.yourdomain.com ബ്ലോഗ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. എന്നാൽ ഫസ്റ്റ് വൺ yourdomain.com/blog എന്നുള്ളതിൽ ബ്ലോഗ് നിങ്ങളുടെ വെബ്സൈറ്റിനുള്ളിൽ തന്നെ ബ്ലോഗ് എന്നുള്ള ഒരു പേജിലേക്കുള്ള ഒരു പാത്വേയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിൻ്റെത് google.com എന്നുള്ളതാണ്. ഗൂഗിളിന്റെ സപ്പോർട്ട് പേജിലേക്ക് പോകണമെങ്കിൽ google.com/support ടൈപ്പ് ചെയ്യുന്നതിന് പകരം support.google.com എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഒരു സെപ്പറേറ്റ് ഹൈറാർക്കി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ഡൊമൈൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒരു ബിസിനസ് ഒരുപാട് റീജിയൻസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ലൊക്കേഷനും നമ്മൾ ഓരോ സബ് ഡയറക്ടറീസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു ലൊക്കേഷൻസ് ഒക്കെ തന്നെ സബ്ഡൊമൈൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി സബ്ഡൊമൈൻസും സബ് ഡയറക്ടറീസും എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ SEOനെ എഫക്ട് ചെയ്യുന്നത് നോക്കാം. പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സബ്ഡൊമൈൻസും അതേപോലെ തന്നെ നമ്മുടെ പാരന്റ് വെബ്സൈറ്റും വരുമ്പം അത് ഗൂഗിളിന്റെ ക്രോളേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ blog.yourdomain.com അതേപോലെ തന്നെ yourdomain.com വരുമ്പം അത് ക്രോളേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അക്കോർഡിംഗ് ടു ഗൂഗിൾ ഈ സബ് ഡയറക്ടറീസും അതേപോലെ തന്നെ സബ്ഡൊമൈൻസും ഒരേ രീതിയിൽ തന്നെയാണ് റാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഗൂഗിളിന്റെ ക്രോളേഴ്സിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ blog.yourdomain.com വരുമ്പം അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു സബ്ഡൊമൈനിൽ വരുന്ന ആ ഒരു വെബ്സൈറ്റിന്റെ അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ജ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ പാരന്റ് സൈറ്റുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്റേണൽ ലിങ്കിങ് ഒക്കെ തന്നെ ഈ രണ്ട് സൈറ്റുമായിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഒരു ലിങ്ക് ജ്യൂസ് നമ്മുടെ പാരന്റ് സൈറ്റിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സെയിം കീവേഡിന് വേണ്ടി തന്നെ നമ്മുടെ ഒരു പാരന്റ് സൈറ്റും അതേപോലെ തന്നെ ഈ ഒരു സബ്ഡൊമൈനും ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഒരിക്കലും നമ്മളൊരു സബ്ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പാരന്റ് സൈറ്റുള്ള സെയിം കീവേഡ്സ് തന്നെ ഫോളോ ചെയ്യാനല്ല. സോ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഡിസ്നിയുടെ കേസ് നോക്കുകയാണെങ്കിൽ cars.disney.com അതേപോലെ തന്നെ shop.disney.com movies.disney.com ഇങ്ങനെ ഒരുപാട് സബ്ഡൊമൈൻസ് വരുന്നുണ്ട്. ഇതിലൊന്നും തന്നെ സെയിം ടോപ്പിക്കോ അല്ലെങ്കിൽ സെയിം കീവേഡോ അല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ പാരന്റ് സൈറ്റിൽ നിന്നും ഡിഫറെന്റ് ആയുള്ള ഒരു കീവേഡ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയുള്ള ഒരു ഹൈറാർക്കിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സബ്ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് സബ്ഡൊമൈൻ, അതേപോലെ തന്നെ സബ് ഡയറക്ടറീസ് എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതെങ്ങനെയാണ് നമ്മുടെ SEOനെ എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.